എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ മാരാറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ കണ്ടൻറ്റിലേക്ക് കിടക്കാം. അഖിൽ മാരാർ നമ്മുടെ ബിഗ് ബോസ് ഷോയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് എല്ലാവരും കേട്ട് കാണുമല്ലോ. എന്നാൽ അഖിൽ മാരാർ ഉണ്ടായ സാഹചര്യം, ആ കാര്യങ്ങൾ പറയാനുണ്ടായ സാഹചര്യം മറ്റൊന്നുമല്ല, സിബിനെ പുറത്താക്കിയ ഒരു കാര്യം. അത് പുള്ളിക്ക് വളരെ ഫീൽ ചെയ്തു. അതുമൂലമാണ് പുള്ളി ബിഗ് ബോസ് ഷോയുടെ അനീതിയെക്കുറിച്ച് തുറന്നടിച്ച് പറഞ്ഞത്. എന്നാൽ ഇതിനും എത്രയോ നാൾ മുമ്പ് ഒരു മനുഷ്യൻ ബിഗ് ബോസ് ഷോ വെറും ഉഡായിപ്പ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അന്ന് പക്ഷേ ജനങ്ങൾ പറഞ്ഞത് അയാൾ ഷോ കാണിക്കുകയാണ്, സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി എന്ത് പരിപാടിയും കാണിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് ആ മനുഷ്യനെ പറഞ്ഞത്. അത് മറ്റാരുമല്ല, ഡോക്ടർ മച്ചാൻ, അതായത് ഡോക്ടർ റോബിനാണ്. അപ്പോൾ റോബിൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പലരും നല്ല സെൻസിലും എടുത്ത് ചീത്തയായ സെൻസിലും എടുത്ത്. അപ്പോൾ ഇന്ന് ആ മനുഷ്യനോട് അങ്ങനൊരു കാര്യം, സ്ക്രീൻ സ്പേസ് കിട്ടാനാണ് ഇങ്ങനെ ഒക്കെ പറയുന്നത് എന്ന് പറഞ്ഞവർ ഒരു ക്ഷമാപണം നടത്തിയേക്കും. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞത് അച്ചിട്ടായ കാര്യമാണ്. അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അപമാനിച്ച് വിട്ടതിന് തുല്യമാണ് സുഹൃത്തുക്കളെ അന്നവിടെ നടന്ന കാര്യങ്ങൾ. ഗസ്റ്റായിട്ട് വിളിച്ചെങ്കിലും ജസ്റ്റ് ഒരു വിളിച്ച് വരുത്തി അപമാനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്നവിടെ നമ്മൾ കണ്ടത്. ഓക്കെ, എവിക്റ്റ് ചെയ്തു വിട്ടു എന്ന രീതിക്കാണ് പുള്ളിയെ പുറത്താക്കിയത്. രണ്ടാമത് ഒരിക്കലും അങ്ങനെ വിളിക്കരുതായിരുന്നു. അത് ശരിക്കും പറഞ്ഞ ചെറ്റത്തരമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ എന്തൊക്കെയായാലും നമ്മുടെ മാരാറുടെ വാക്കുകളിലേക്ക് കിടക്കാം. ഓക്കെ, പ്രിയമുള്ളവരെ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞങ്ങ് ക്ലോസ് ചെയ്തോളാം. നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ മതി. ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അടുത്ത് എന്തോ പറഞ്ഞെന്നോ, അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടോ. എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേ ഉള്ളൂ. എനിക്കിതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം. എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത്. റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ, റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കണക്കോ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് മാത്രമല്ല, എല്ലാവരുമായും സൗഹൃദത്തിലാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ 50ാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു. വെറും നാറി പൊഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസാ വീഡിയോ തയ്ച്ചു കൊടുത്തത് ഞാനാണ്. പക്ഷേ ഞാനിത് പറയാൻ കാരണം, ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെ വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ 2 പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് ഹെഡ് എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്. അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറിത്തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ,
പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? അത് അറ്റവും മൂലം തൊടാതെ അങ്ങും ഇങ്ങും തൊടാതെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല. റോബിന് പറ്റിയ മിസ്റ്റേക്ക്, റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇട്ടുകൊണ്ട് വരരുത്. ഞാനീ സംസാരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എൻ്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ ആർക്കെതിരെയും എന്തും സംസാരിക്കാനുള്ള ആത്മധൈര്യം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ളിടത്തോളം കാലം അത് ഏഷ്യാന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരേപോലെ ഉള്ളൂ. ഈ നാളത്തെ ഈ നിമിഷം ഇവന്മാരെല്ലാം ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞാൽ അഭിമാനത്തോടുകൂടി മരിക്കാൻ തയ്യാറാണ്. എനിക്കങ്ങനൊന്നും ഒരുത്തരം പേടിയും കോപ്പൊന്നുമില്ല. എന്റെ വൈഫും എന്റെ പിള്ളേരും ഒക്കെ എന്റെ സ്വഭാവം പണ്ടേ കണ്ടു വളർന്നവരാ. ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക്. അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചില്ല. എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ്. അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. അവനെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ആ ഷോയുടെ അധികൃതർ ചെയ്യും. ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ച സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടത്? നീ ഇത്രേ ഉള്ളായിരുന്നോ? കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നിട്ട് എന്നെ കനപ്പിക്കുക ചെയ്തത്? അവരവിടെ പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു. ഏശാത്തത് കൊണ്ടാണ്. അല്ലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരുവനെ ജയിപ്പിക്കാൻ ഇവർ നിൽക്കുമെന്ന്? സാബുമോനെ പോലെ ഒരാളെ സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് പേളിമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു. അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുമെന്നുള്ള കാര്യം. ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട്, മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊക്കോണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. നാണം കെട്ട് ഞാൻ രാവിലെ പറഞ്ഞു, അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട്. ആരുടെയും അടിയിൽ ഒളിക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാവും. അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത്. സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ. അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. അതും പ്രേക്ഷകരുടെ വോട്ടെന്ന് പറഞ്ഞ് മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ? അപ്പൊ ഐഡിയ സ്റ്റാർസ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ. അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് നമുക്ക് ചെയ്തോ? പക്ഷെ പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മറ്റേതാ മഴയാ കോടയാ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ചയും പിടിച്ചു നിർത്തിയിട്ട് കേരളത്തിൽ മനുഷ്യരെ കോമാളിയാക്കുന്നു. മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവുകളോ? കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരൊന്നും ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ?
നിനക്കൊക്കെ എതിരെ പറയാൻ പല ആൾക്കാർക്ക് പേടിയായിരിക്കും. കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണ് ഇവന്മാർ നിനക്കൊക്കെ എതിരെ പറയാൻ ഭയപ്പെടുന്നത്. എനിക്കൊരു വെണ്ടക്കയില്ല. നിന്നെ ഒന്നും പേടിച്ചിട്ട് മിണ്ടാതിരിക്കും, നീ ഒന്നും പേടിച്ച് ചിന്തിക്കുക വേണ്ട. നാരത്തരം കാണിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ മുഖത്ത് നോക്കി പറയുന്ന നാരത്തരമാണെന്ന്. ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ വിളിച്ച് വരട്ടുകയാണ്. അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും, അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ചു കളയും. ഈ കോൺട്രാക്ട് ഉണ്ട്. എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാണൊക്കെ വിളിച്ചൊന്ന് കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിന്റെ പേര് ഏഷ്യാനെറ്റ് എന്നല്ലേ, സുപ്രീം കോടതി നല്ലല്ലോ, അവരുടെ കൈവച്ചിരുന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ടാണ് അഖിൽ അങ്ങനെ സംസാരിക്കരുത്, അഖിൽ ഇങ്ങനെ സംസാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തി പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഇമാതിരി നാറുതരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം. അത് എനിക്ക് ഇന്ന് ഇത്രയും വൈകാരികമായി ഞാൻ പ്രതികരിക്കാനുണ്ടായ കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് എനിക്ക് തോന്നിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ? ഞാൻ ഇന്ന് വരെയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചു പറ്റിയതും എന്നെ ആൾക്കാർ വെറുത്തതും അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നഷ്ടം എനിക്കുണ്ടായതും ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അന്നും ഇന്നും ആത്മവിശ്വാസവും ആത്മധൈര്യവും മറ്റുള്ളവനോട് വേണ്ടി സംസാരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതേ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ്, ചെയ്യുന്ന നാറുത്തരത്തിനെതിരെ പ്രതികരിച്ചിരിക്കും. അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ്. എനിക്ക് ഏഷ്യാനെറ്റിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസണിൽ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാബുവിനെ പുറത്താക്കണമെന്നും രജത് കുമാറിനെ പുറത്താക്കണമെന്നും. ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തനാണ് ഏഷ്യാനെറ്റ് തലപ്പത്ത് കേരളത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ പ്രേക്ഷകനെ മുൻനിർത്തി കോമാളിത്തരം കളിക്കരുത്. സ്വന്തമായിട്ട് എന്തും കളിച്ചോ. ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ഒരു ചാനലിൽ നടത്താം. ഒരു കോർപ്പറേറ്റ് ചാനലിന് കാശുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരങ്ങളും ഷോയുടെ പേരിൽ കാണിക്കാം. പക്ഷെ പ്രേക്ഷകരുടെ നിർത്തിക്കൊണ്ട്, ഇത് ജനാധിപത്യ രാജ്യമാണ്. വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ കോമാളിയാക്കിക്കൊണ്ട് ഇത് വോട്ടടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും. ഞാൻ ഇപ്പോഴും പറയുന്നു, വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാന നയമെന്നാണ് 100% നിലവിൽ ഇതുവരെയും ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്, അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കി കൊണ്ടുപോവുകയാണ്. അതിനെതിരെ പറയാൻ തന്നെയാണ് തീരുമാനം. അതിനെതിരെ പറയാൻ തന്നെയാണ് ഒരിക്കൽ കൂടി ലൈവിൽ വന്നത്. രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ്. ഇത്ര അടിച്ചാവർത്തിച്ച് പറയുന്നത്. ഇനി ബാക്കി ഏതെങ്കിലും യവന്മാർ പൊങ്ങി വരട്ടെ. യവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ, ഇവന്മാർ കാശ് മേടിച്ച് ഇവന്മാർ കാണിച്ച നാർത്തര ഉൾപ്പെടെ ഞാൻ പറയും. ഓക്കെ, നമുക്ക് വരുന്ന വഴിക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ അഖിൽ മാരാർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കാണുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് കേൾക്കാനുള്ളത് ശ്രീ റോബിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഒരാൾക്ക് പറയാനുള്ള കാര്യം കൂടി ഒന്ന് കേൾക്കണം. ഒരു പെൺകുട്ടിക്ക് ആരാണെന്ന്, ആ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ആ പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യം കൂടെ ഒന്ന് കേട്ടിട്ട് ഞാൻ എൻ്റേതായ ഒപ്പീനിയനും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ BB5 പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് എക്സ്ക്ലൂസീവ് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരു 2 ആഴ്ച മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്നെ വിളിച്ചിരുന്നു. ഇതേപോലെ ബിഗ് ബോസ് സീസൺ 5ന്റെ റേറ്റിംഗ് കുറവാണ്, TRP കുറവാണ്, ആൾക്കാർ കാണുന്നില്ല, നിങ്ങളൊന്ന് വരണം, ഗസ്റ്റായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല. 10 ദിവസം മുമ്പ് വീണ്ടും വിളിച്ചു, വരണം, ഗസ്റ്റായിട്ടൊന്ന് വരണം, ഒരു 2-3 ദിവസത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് ശരി, വീണ്ടും വിളിച്ചപ്പം ഗതിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഗസ്റ്റ് എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബിഗ് ബോസ് സീസൺ 5ന്റെ ഹൗസിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ക്യാരവിന് വെച്ച് ഇവർ പറഞ്ഞു, അവിടെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കണ്ടസ്റ്റൻസിനും ക്യാരക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര സൈലൻ്റ് ആയിട്ട് അധികം ആക്റ്റീവ് അല്ലാത്ത ഒരു ഗസ്റ്റ് ആയിരിക്കണം. അറ്റ് ദി സെയിം ടൈം സൈലൻ്റ് ആയിട്ട് ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്യണം. അതിനോടൊപ്പം സാഗറിനെയും അഖിൽ മാരാറിനെയും ടാർഗറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അകത്തേക്ക് കയറിയതിന് ശേഷം അവർ പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഗെയിം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പല കാര്യങ്ങളും കാണുന്നത് ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു, ഇത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ കാണണമെന്നില്ല. 24/7 പോലും ഫുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല,
കാണുന്നത്. 24/7 പോലും എഡിറ്റഡ് ആണ്. എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനെക്കാട്ടി എഡിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്നതും പട്ടീനെ ആടാക്കുന്നതും ഒരു ഷോ ആണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഡായിപ്പാണ്. ഓക്കെ, ഉഡായിപ്പാണ് അത്. ഇത് കാണുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ ഞാൻ പറയട്ടെ, ഇതിൽ ചെന്ന് വീഴാതിരിക്കുക. മനസ്സിലായേ? ഞാൻ പറയട്ടെ, ഞാൻ സീസൺ 4ന്റെ അകത്ത് പോയൊരു കണ്ടസ്റ്റന്റാണ്. ഞാൻ ഇറങ്ങി അവസാന നിമിഷത്തിൽ കാണിച്ച 24/7 പലതും നിങ്ങൾ കണ്ടു കാണത്തില്ല. ഞാൻ അവിടെ നടക്കുന്ന അനീതിയും കാര്യങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ബിഗ് ബോസിനെ ചോദ്യം ചെയ്തപ്പോൾ എന്നെ എന്ത് ചെയ്തു? പുറത്താക്കി. അതില് മൊത്തം കാര്യങ്ങളും പുറത്തു വന്നില്ല. അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ച് എന്നെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല. ഓക്കെ, ഈ ഒരു ഷോ വെച്ചിട്ട് അതിലുള്ള ആൾക്കാരെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി കാണുന്നുള്ളവർക്ക് കാണാം. അത് വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയ കിടന്ന് അടി കൂടുന്നതും വെറുതെയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഞാൻ പറയട്ടെ, ഇത്രയും വലിയൊരു സ്റ്റാർഡം ഉണ്ടാക്കി ഞാൻ അതിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് പോകണം. എനിക്ക് ബിഗ് ബോസിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഈ ഷോവിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാതെ കയറിയ ഒരു ആളാണ് ഞാൻ. അന്ന് എനിക്ക് കോൺട്രാക്ട് ഉണ്ടായിരുന്നു, ഇന്ന് എനിക്ക് ഒരു കോൺട്രാക്റ്റും ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കാണുന്നുള്ളവർ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യരുത്, ഇമോഷണലി അഡിക്റ്റഡ് ആവരുത്. കാരണം നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. മനസ്സിലായില്ലേ? അവർ നമ്മൾ ഇമോഷൻസിനെ വെച്ച് കളിക്കും. അത് മാത്രമല്ല, ദൈവത്തോർത്ത് ഞാൻ പറയാണ്, ഇത് വെച്ചിട്ട് പുറമേ നിങ്ങൾ അടി കൂടി കഴിഞ്ഞാൽ വെറുതെയാണ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടട്ടെ, അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് ഞാൻ പറയുന്നേന്നുള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസ് വെൽ പ്ലേഡ്. ഓക്കെ, വെൽ പ്ലേഡ് ബിഗ് ബോസ്. എഗെയിൻ നിങ്ങളടുത്ത് നിങ്ങൾ കാണിക്കുന്ന അനീതികളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ നിങ്ങളടുത്ത് ശബ്ദം ഉയർത്തിയപ്പോൾ നിങ്ങൾ എന്നെ വീണ്ടും പുറത്താക്കി. വിളിച്ചു വരുത്തി അപമാനിച്ചതല്ല, മനസ്സിലായില്ലേ? അവർ ഉടായിപ്പാണെന്നുള്ളത് എനിക്ക് ബിഗ് ബോസിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റി. എന്താ 2 സ്റ്റാൻഡ് എന്താ ബിഗ് ബോസിന്? അതെന്താ പല കാര്യങ്ങളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും എന്താ പുറത്ത് കാണിക്കാത്ത? അവിടെ കാണിക്കുന്ന എന്തിനാ ഈ ആടിനെ പട്ടിയാക്കുന്നേ, പട്ടി ആടാക്കുന്നേ? ഇത് എനിക്ക് ചോദ്യം ചെയ്യാം. എനിക്കിപ്പോൾ കോൺട്രാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ചോദ്യം ചെയ്യാനുള്ള ചോദിച്ചു. അവിടെ ചോദിച്ചപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഞാൻ ഇതിന് പുറത്ത് പോകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാനും പോണില്ല. അതിൽ എന്നെ നെഗറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കൂ. പൊന്നാളിയന്മാരെ, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയല്ല, ഇത് കൊണ്ട് ജനങ്ങളെങ്കിലും മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഷോ കാണാറില്ല. ഞാൻ അവിടുത്തെ പറഞ്ഞു, ഞാൻ ഈ ഷോ ഒന്നും കാണാറില്ല. എന്റെ പ്രോമോ മാത്രം 1-2 കണ്ടു. അതൊന്നും കുഴപ്പമില്ല. നീ വന്നാൽ കുറച്ചൊരു കാണും, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാണും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ വന്നത്. ഓക്കെ, ഇനി അടുത്തൊരാൾ വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. രജിത് കുമാർ വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ രീതി സോപ്പിട്ട് നിൽക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും. ഓക്കെ, അതേപോലെ സോപ്പിടാൻ എനിക്ക് അറിഞ്ഞൂടാ. പോയി എന്താന്ന് വെച്ചാൽ അവിടെ വന്നതാണ് പുള്ളിക്കാരൻ. ഈ സെയിം ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞോന്ന് അറിയത്തില്ല. നിങ്ങളെല്ലാം വന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, സത്യം എപ്പോഴെങ്കിലും ആൾക്കാർ അറിയണം. ഈ കാണുന്നതൊന്നുമല്ല. ഇത് വെച്ചിട്ട് ഇനി ഓരോരുത്തർ പറഞ്ഞാലും അതിലൊരു കുന്തമില്ല. മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ആ പുള്ളിയരം വന്ന് ഇനിയിപ്പോൾ സോപ്പ് ഇടും. ബിഗ് ബോസ് ഒരു നന്മ ഏറ്റവും വലിയൊരു സംഭവമാണ്, അങ്ങനെയാണ്. ഇനി ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറയും. ഉടായിപ്പാണ്. നിങ്ങളൊക്കെ വിശ്വസിച്ചാൽ കൊള്ളാം, നിങ്ങൾക്ക് നല്ലത്. എന്തെങ്കിലും ആവട്ടെ. ഇത്രയും അതുകൂടാ. ഒരു സെക്കൻഡ്. ഡോക്ടർ വന്ദന എന്ന് പറഞ്ഞ ഒരു ഇന്റേൺ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞ്. നിങ്ങൾ എത്ര പേര് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്? എത്ര പേര് ചെയ്യുന്നുണ്ട്? ഒരു ഡോക്ടർ, ആ ഡോക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഇടയിലാണ് കൊല്ലപ്പെട്ടത്. വളരെ മോശം. എങ്ങനെ ഒന്ന് ആലോചിച്ചു, ഹോസ്പിറ്റലിൽ എത്ര പേർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും? ഞാനും ഒരു 7.5 വർഷം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരു ഡോക്ടറാണ്. മനസ്സിലായില്ലേ? മിനിമം ഹെൽത്ത് വർക്കേഴ്സിന്റെയും ഡോക്ടേഴ്സിന്റെയും എല്ലാവരുടെയും സുരക്ഷയും കൂടെ എല്ലാവരും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. മനസ്സിലായില്ലേ?
ഇനി ആരെയും കൊലപ്പെടുത്താതെ ഇരിക്കുക, എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുക, നന്നായിരിക്കാൻ വേണ്ടി എല്ലാ രീതിയാണ് ഞാൻ പറയാം. അതിന്റെ ഫോളോ അപ്പ് ആദ്യം ചെയ്യാൻ നോക്കുക. മനസ്സിലായില്ലേ? ഇത് റെലവെന്റ് അല്ലാത്ത കാര്യം, റെലവെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റി നടക്കുന്നുണ്ട്. അതിന്റെ ഇതിലാണ് കുറെ പേര് ഇത് വന്നിരുന്ന് ചുമ്മാ വന്നിരുന്ന്. ഞാൻ ഇത്രയും നാളെ പറയാതിരുന്നത് വേണ്ട വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടാ. മനസ്സിലായില്ലേ? ആടിനെ പട്ടിയാക്കുന്നേ, പട്ടി ആടാക്കുന്നേ നിർത്തിക്കോ. അവിടെ വന്നിട്ടുണ്ട്, സൂചിപ്പിക്കാൻ ഒരാൾ വന്നതാണ്, പോയി സൂചിപ്പിച്ചോ, ചെന്നു പുള്ളിക്കാരൻ്റെ ഇനി ബിഗ് ബോസ് ദൈവമാണ്, ദൈവം തമ്പുരാനാണ് എന്ന് പറയാൻ ഒരാൾ വന്നതാണ്, പോയി സംസാരിക്കും. ഇത് മനസ്സിലാക്കി എല്ലാവർക്കും കൊള്ളാം. ഇത് ഫ്രസ്ട്രേഷന്റെ പുറത്ത് മാത്രം പറയുന്നതല്ല. മനസ്സിലായില്ലേ? സത്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. 1.5 മാസം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് റീൽസ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മീഡിയക്ക് മൊത്തം. ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് ഞാൻ പറഞ്ഞത് കൊണ്ട് എഴുതി വെച്ചോ, ഈ കോർപ്പറേറ്റ് കമ്പനീസ് എന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവർ കാശ് ഇറക്കി എന്നെ ഡീഗ്രേഡ് ചെയ്യും. ഓൾറെഡി ഡീഗ്രേഡ് ചെയ്ത് റോബിൻ യുഗം അവസാനിച്ചു എന്ന് വരെ ന്യൂസിൽ അവർ അടിച്ചിറക്കി. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ആരും കാണാനില്ല ഉള്ളത് പറഞ്ഞ. മനസ്സിലായില്ല? അതിന് വീണ്ടും വരേണ്ടി വന്നു. വീണ്ടും വന്നിട്ട് അവരുടെ ഉടായ്പ പരിപാടി കാണിച്ചു, എന്നെ വീണ്ടും എന്ത് ചെയ്തു? പോകാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇത് നിങ്ങളടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. എന്തെങ്കിലും എന്റെ പൊന്ന് ബ്രദേഴ്സ്, അവിടെ അടുത്ത കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഈ സെയിം ഫ്ലൈറ്റ് ഞാൻ കണ്ടതാ. പുള്ളിക്കാരൻ പോയി കാണേ. അതിന്റെ നീതി ഇതുവരെ വീട്ടുകാർക്ക് കിട്ടിയിട്ടില്ല. അതിന് അത്രയും അല്ലല്ലോ ഈ ഒരു കേസൊന്നും. ഇതൊരു ഗെയിം ഷോ ആണ്. ഒരു റെലവെന്റ് ആയിട്ടുള്ള സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇത് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യമല്ല. എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായില്ലേ? ബിഗ് ബോസ് പറഞ്ഞ ഒരു ഷോയിന്റെ അകത്ത് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി, ഇങ്ങനെ ഇറങ്ങി. ഓക്കെ, ഇതിനെക്കാട്ടി റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അവിടെ പുറത്തുണ്ട്. ദൈവത്തോർത്ത് അത് നിങ്ങൾ കവർ ചെയ്യും. ഈ കാണിക്കുന്ന നിങ്ങളെ കണ്ടന്റ് റെലവെന്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു അല്ല, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, പല കാര്യങ്ങളും ഹെഡ്ലൈൻസ് ഇട്ടിട്ട് ഇറക്കാൻ ഒരു റീൽ ഡീഗ്രേഡ് ചെയ്യാൻ ഭാഗമായി കഷ്ടപ്പെട്ട് 2 വാച്ച് ഇത്രയും നമ്മൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിന്റെ പകുതി സമയം മതി ഒരു ജീവൻ നഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി സംസാരിക്കാനും. എത്ര ദിവസം സംസാരിച്ചു? 2 ദിവസം സംസാരിച്ചു. 2 ദിവസം 3 ദിവസം കഴിഞ്ഞു അല്ലേ? ഡോക്ടർ വന്ദന എന്ന് പറഞ്ഞൊരു വ്യക്തി തീർന്നു. ആരൊക്കെ നഷ്ടം? അവരുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ കൊളീഗ്സിനും അവരുടെ ഫ്രണ്ട്സിനും മാത്രം നഷ്ടപ്പെട്ടു. വേറെ ആർക്കും ഒന്നുമില്ല. അതിനെപ്പറ്റി ഇവിടെ ആർക്കും ചർച്ച ചെയ്യാനൊന്നുമില്ല. അതേപോലെയുള്ള റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. അതിന് നീതി കിട്ടട്ടെ. മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളിപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കണ്ട ഫെയിമും കാര്യങ്ങളെല്ലാം എനിക്ക് തന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയില് തന്നെയാണ്. ബിഗ് ബോസ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നു. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കാണാൻ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് കിട്ടിയ ഫെയിമും കാര്യങ്ങളെല്ലാം. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയും. മനസ്സിലായില്ലേ? അതിനിപ്പോൾ ആരെയും എനിക്ക് സൂചിപ്പിക്കാൻ പറ്റത്തില്ല. എനിക്കിത് പറയണം തോന്നിയാൽ പറയും. ഇപ്പോഴിത് റൈറ്റ് മൊമെന്റ് ആണെന്ന് എനിക്ക് തോന്നി പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ 2 പേർക്ക് പറയാനുള്ള കാര്യങ്ങളും കേട്ട് കാണുമല്ലോ. ഇനി ഒരു പെൺകുട്ടിക്ക് ആ ബിഗ് ബോസിലേക്ക് കടക്കാനുള്ളൊരു പ്രയത്നം നടത്തിയ ഒരു പെൺകുട്ടിക്ക് പറയാനുള്ള ഒരു കാര്യം, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളും കൂടി നമുക്ക് ഒന്ന് കേൾക്കാം. അതിനുശേഷം ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായാലും എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടേ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയുള്ളൂ. ഓക്കെ, താങ്ക് യു അഖിലേട്ട, ഇങ്ങനൊരു കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നതിന്. കാരണം ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അഖിലേട്ടൻ ഇപ്പോൾ ലൈവിൽ വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കെതിരെ കേസെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല. നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ആളുകൾ അറിയണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ. മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ അത് പറയാൻ കാണിച്ച ഒരു
ധൈര്യത്തിന് സല്യൂട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ 3 വീഡിയോയുടെ അടിസ്ഥാനത്തിലും ഞാൻ പറയുന്നു, ബിഗ് ബോസ് ഷോയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. അതിൽ ലാലേട്ടനെ വെച്ചവർ പണമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നു, മണ്ടന്മാരാക്കുന്നു ജനങ്ങളെ. ഇതിനെതിരെ പ്രതികരിക്കണം. ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. ആടിനെ പട്ടിയാക്കുന്ന രീതി അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണം. അത് നമ്മുടെ അടുത്ത് ചിലവാകത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും കണ്ടൻറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വിഷയമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം നേർക്കാഴ്ച.